ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഭീമാപ്പള്ളി ഉറൂസ് മഹോത്സവ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. ആന്റണി രാജു MLA യോഗത്തിൽ പങ്കെടുത്തു. അടുത്ത മാസം 3 മുതൽ 13 വരെയാണ് ഇക്കൊല്ലത്തെ ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത്. ഉത്സവ മേഖലയിലെ നഗരസഭയ്ക്ക് കീഴിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമായി വനിതാ പോലീസ് ഉൾപ്പെടെ കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുമെന്ന് DCP BV വിജയ് ഭാരത് റെഡ്ഡി അറിയിച്ചു. വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ AI ലാബിൽ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത റിസപ്ഷനിസ്റ്റ് റോബോട്ടായ സമർത്ഥ കർമ്മനിരതയായി. റോബോട്ട് സമർത്ഥയുടെ അനാവരണം ചിന്മയ എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് R സുരേഷ് മോഹൻ നിർവഹിച്ചു. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന സമർത്ഥ റോബോട്ടിന് കുട്ടികളുമായി സംവദിക്കാനും അവർക്ക് മാനസിക വൈകാരിക പിന്തുണ നൽകാനും കഴിയും. അപരിചിതരെ സ്വയം പരിചയപ്പെടുത്താനും ഒരിക്കൽ പരിചയപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ സൂക്ഷിക്കാനും പിന്നീട് അവരെ കണ്ടാൽ തിരിച്ചറിയാനുമുള്ള കഴിവും സമർത്ഥ റോബോട്ടിനുണ്ട്. NCC ദിനത്തിന്റെ 76ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം NCC ഗ്രൂപ്പിന്റെ കീഴിലുള്ള NCC 3ാം കേരള ബറ്റാലിയൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 70ഓളം കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു. NCC 3ാം കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ഗൗതം റോയ്, അഡ്മിൻ ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മുരളി എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. റേഷൻ കാർഡുകൾ കുറ്റമറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന തെളിമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അടുത്ത മാസം 15 വരെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ട്. 96 ലക്ഷം കുടുംബങ്ങൾക്ക് തെളിമ പദ്ധതി പ്രയോജനപ്പെടും. ഉടമയുടെയും അംഗങ്ങളുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താം. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ ആവശ്യമായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ നൽകാം. UK ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാർ സംയുക്ത പഠന പ്രോജക്റ്റ് വിജയത്തിൽ മന്ത്രി വീണ ജോർജിനെ മന്ത്രിയുടെ ഓഫീസിലെത്തി നന്ദി അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിയ കാർഡിയോ തൊറാസിക് നഴ്സിംഗ് പ്രാക്ടീസ് ആൻഡ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ട്രാൻസ്ഫോർമേഷൻ പ്രോജക്റ്റിലെ UK നഴ്സുമാരുടെ സംഘമാണ് മന്ത്രിയെ കണ്ടത്. വിജയകരമായ മാതൃകയ്ക്ക് തുടർന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. UK വർഷങ്ങളോളം പ്രവർത്തിച്ച നഴ്സുമാരും UK മലയാളി സംഘടനയായ കൈരളിയും സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് പ്രോജക്റ്റ് തയ്യാറാക്കിയത്. പ്രതിരോധ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചു. ലോക്സഭാംഗം രാധാമോഹൻ സിംഗ് ചെയർപേഴ്സണായ 15-അംഗ സമിതിയെ ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ B മണികണ്ഠൻ സ്വീകരിച്ചു. ദക്ഷിണ ഉപദ്വീപുകളിലെ സമുദ്ര ഭൂസ്വത്തുക്കളിൽ ദക്ഷിണ വ്യോമസേനയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് സമിതി അംഗങ്ങളെ ധരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങൾ ദക്ഷിണ വ്യോമസേന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ഇന്ത്യൻ എയർഫോഴ്സിന്റെ കഴിവിനെക്കുറിച്ചും തന്ത്രപരമായ ശക്തിയിൽ നിന്ന് സമുദ്രാന്തര വ്യാപ്തിയുള്ള മൾട്ടി സ്പെക്ട്രം ഫോഴ്സിലേക്കുള്ള പരിവർത്തനത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുകയും ചെയ്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുരസ്കാര വിതരണവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. PN ഗോപികൃഷ്ണൻ, S ശാന്തി, ഡോക്ടർ T തസ്ലീമ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.